Good evening all. കത്തീഡ്രൽ നൈറ്റ് പ്രേയേഴ്സിന്റെ 394 രാത്രി വ്യാഴാഴ്ച എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസത്തിൽ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ഈ ഒരു പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ ഭാഗമാക്കാകുവാൻ കർത്താവ് സഹായിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. സാഹചര്യങ്ങളുടെ സങ്കീർണത നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. എങ്കിലും അതിലുപരിയായിട്ട് കർത്താവിൽ ആശ്രയിക്കുവാനുള്ള ഒരു അവസരത്തെ ദൈവം നമുക്ക് പ്രദാനം ചെയ്തു. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും കരേറ്റാം. 394 ദിവസത്തിനപ്പുറമായിട്ട് മറ്റൊരു സവിശേഷത കൂടെ ഇന്നുണ്ടല്ലോ. ഇന്ന് വേൾഡ് എർത്ത് ഡേ ആണ്. ഭൗമ ദിനം, ലോക ഭൗമ ദിനമാണിന്ന്. വേൾഡ് എർത്ത് ഡേയിൽ എല്ലാവർക്കും വേൾഡ് എർത്ത് ഡേയുടെ ആശംസകൾ അറിയിക്കുകയാണ്. ഭൂമിയെ ദൈവത്തിന്റെ ദാനമാണ്. ഭൂമിയെ പരിരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പ്രകൃതിയെ പരിരക്ഷിക്കുവാനായിട്ട്, കാക്കുവാനായിട്ട്, അതിന്റെ സ്റ്റുവാർഡ്സ് ആയിട്ട് ദൈവം മനുഷ്യനെ ഈ ഭൂമുഖത്താക്കി എന്നത് തിരിച്ചറിയുവാൻ നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഈ ഒരു ദിവസത്തിന് വലിയ വലിയ പ്രസക്തിയുണ്ട്. ഈ ഭൗമ ദിനത്തില് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധിക്കപ്പെട്ടതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടെ തന്നെ നമുക്കായിരിക്കാം. അതുപോലെ പൊല്യൂഷൻ, മറ്റു പല പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ വലയുന്ന ഒരു സാഹചര്യം, പക്ഷെ അതിൻ്റെയൊക്കെ പാരമ്യം എന്നോണം ഇപ്പോൾ നാം അനുഭവിക്കുന്ന പാൻഡമിക്, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ഈ വേൾഡ് എർത്ത് ഡേ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്വ ബോധമുള്ളവരായിട്ട് ജീവിക്കുവാനുള്ള വലിയൊരു ആഹ്വാനം ഇന്നത്തെ ദിവസം നമുക്ക് സ്വീകരിക്കാം. ഭൗമദിനത്തിന്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകൾ നേരുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. തലകള വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, അങ്ങയുടെ ദിവ്യമായിട്ടുള്ള സാന്നിധ്യത്താൽ ഓരോ നാളും അവിടുന്ന് ഞങ്ങളെ ധന്യതയുള്ളവരാക്കി തീർക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യും. ദൈവമേ, ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയിരിക്കാമെന്നുള്ള അങ്ങയുടെ വാഗ്ദാനത്തിനായിട്ട് സ്തോത്രം ചെയ്യും. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ദൈവത്തിനുള്ളതാകുന്നു എന്ന് സങ്കീർത്തന പുസ്തകത്തിലൂടെ ഞങ്ങൾ വായിക്കുമ്പോൾ, കർത്താവെ, ഭൂമിയെ അതിൻ്റെതായ പൂർണ്ണതയെ നിലനിർത്തുവാൻ മനുഷ്യരായ ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ ഉത്തരവാദിത്വത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ഈ പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ കർത്താവെ, ഏക മനസ്സോടെ, ഏക ഹൃദയത്തോടെ, ഏക സ്വരത്തോടുകൂടെ അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേക്ക് വേണ്ടി പാടുവാൻ കർത്താവെ അവിടെ ഞങ്ങൾ എല്ലാവരെയും സഹായിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നവർക്കായിട്ട് സ്തോത്രം. വരുവാൻ കഴിയാതെ പോയവരോർത്ത് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ കർത്താവെ, വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നിന്ന് ഈ നൈറ്റ് പ്രേയേഴ്സിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരെയും അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. അവിടുത്തെ ആശീർവാദവും അനുഗ്രഹവും പകർന്ന് എല്ലാവരെയും വഴി നടത്തുമാറാകണമേ. കർത്താവെ, ഹൃദയങ്ങളെയും മനസ്സുകളെയും അങ്ങയിൽ മാത്രം ഏകാഗ്രമാക്കുവാൻ അവിടുന്ന് തുടങ്ങണമേ. സകലമാനവും മഹത്വവും അവിടുന്ന് സ്വീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ശ്രവിയുണ്ടായി കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് 309 ഗീതം പാടാം. യേശു കർത്താവേ, വിശ്വത്തിൻ രാജാവേ, എന്നിലും നീയെ വാഴണം.
തുടർന്ന് വായിക്കുന്ന സങ്കീർത്തനം 19. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവുനൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്ത് നിന്ന് അതിന്റെ ഉയരവും അറുതി വരെ അതിന്റെ അയനവും ആകുന്നു. അതിന്റെ ഉഷ്ണം ഏൽക്കാതെ മറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാൽ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടാകട്ടെ. ആദിയിലെപ്പോഴും പ്രകാരം തന്നെ ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനകൾക്കായി നമുക്ക് തലകള വണക്കാം. ദൈവത്തിന്റെ വലിയ കൃപയിൽ ഈ രാത്രിയിലും നമുക്ക് ആശ്രയിക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ നല്ല സാഹചര്യത്തിനായിട്ട് നന്ദി കരയറ്റാം. ഓരോ ദിവസവും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ എത്രയെത്ര പ്രതിസന്ധികളും ചാലഞ്ചസുമാണ് നമ്മുടെ മുന്നിൽ. അത് മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതോടൊപ്പം പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലും ഒന്നും പതറിപ്പോകാതെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ പരിപൂർണമായിട്ട് ഭരമേൽപ്പിച്ചുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതം, അത് വിശ്വസ്തയോടുകൂടെ മുൻപോട്ട് നയിക്കുവാൻ ദൈവമേ തുണയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഈ രാത്രി ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വിശ്വസ്തനായ ദൈവം ഇതുവരെയും തന്റെ വിശ്വസ്തതയിലും വിശുദ്ധിയിലും നമ്മെ കാക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും വരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു അവസരത്തെ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മോട് സമീപിച്ചു വരുമ്പോൾ, ദൈവസാന്നിധ്യം നമ്മൾ അറിയുമ്പോൾ, നമ്മുടെ ഉള്ളിലും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടതും ആവശ്യമാണ്. ദൈവസന്നിധിയിൽ നിൽപ്പാൻ നാം പ്രാപ്തിയുള്ളവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം പ്രാപ്തിയുള്ളവരാണ്. മറ്റുള്ളവരെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുവാനുള്ള വിശുദ്ധി നമുക്കുണ്ടോ? ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പരിശോധിച്ചുകൊണ്ട്, ദൈവമേ, ഞങ്ങളിൽ കുറവുകളുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പൂർണ്ണരല്ല, ഞങ്ങളോട് പൊറുക്കണമേ. അങ്ങയിൽ മാത്രമേ ഞങ്ങൾക്ക് പൂർണ്ണത കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പൂർണ്ണമായിട്ട് ഏറ്റുപറയാം. നമ്മൾക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അത് ഏറ്റുപറയുന്നവന് ദൈവത്തിന്റെ കരുണ ലഭിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവ് തന്റെ കാൽവരിയിൽ നമുക്കായി ചിന്തിയ ആ ഒരു വലിയ ദാനത്തെ ഓർത്ത്, ആ ഒരു യാഗത്തെ ഓർത്ത് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളെല്ലാവരെയും കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ഥിരതയുള്ള ഒരു ആത്മാവ്, ഹൃദയത്തിന്റെ നൈർമല്യം, വാക്കുകളുടെ സത്യം, അതുപോലെ ജീവിതത്തിന്റെ സുതാര്യത, ഇതൊക്കെയും ഓരോ നാളും നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
അതുപോലെ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്ന ആളുകൾ ഇന്നത്തെ കണക്കനുസരിച്ച് വളരെ വലിയൊരു സംഖ്യയാണ് കേരളത്തിലായിരിക്കുന്നത്. നിയർലി 27,000. 27,000-ഓളം ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു കൺസിഡറബിൾ നമ്പർ ആണ്. എങ്കിലും അത്രയും ആളുകൾക്ക് തങ്ങളുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കുവാനും സെൽഫ് ഐസൊലേഷനിലും ക്വാറന്റൈനിലും പോകുവാനും കൂടുതൽ സ്പ്രെഡ് ഇല്ലാതിരിക്കുവാനും ദൈവം തുണച്ചുവല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. അതോടൊപ്പം ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസിനെയും ഇന്ന് നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അതിന്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ആളുകളെ, അതിന്റെ സാമ്പിൾസ് എടുക്കുന്ന ലാബ് ടെക്നീഷ്യൻസ്, നഴ്സസ് എന്നിവരെ, കൂടാതെ ലാബിൽ പ്രവർത്തിക്കുന്ന ആളുകളെ, പ്രൈവറ്റ് ലാബിലും അതുപോലെ സർക്കാർ ലാബുകളിലുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ ഈ ഒരു വാക്സിൻ തയ്യാറാക്കുന്നതിന് അക്ഷീണം പ്രവർത്തിക്കുകയും അത് എത്തിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നവരെ, വാക്സിൻ കയറ്റി പോകുന്ന വണ്ടിയിലെ ട്രക്കുകളുടെ ഡ്രൈവേഴ്സിനെ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും എല്ലാ സ്റ്റാഫിനെയും ഒക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ സഭയിലെ തന്നെ പലരും ഇന്ന് പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട്. ചിലരൊക്കെ നമ്മോട് കൂടെ പ്രാർത്ഥനയിലുണ്ട്. ചില നാളുകളായിട്ട് കോവിഡ് പോസിറ്റീവായിട്ട് ഭവനത്തിലായിരിക്കുന്നവരും നമ്മോട് കൂടെ പ്രാർത്ഥനയിലായിരിക്കുന്നുണ്ട്. അതുപോലെ ഭവനത്തിൽ തന്നെ പോസിറ്റീവായിട്ട് ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെയും ചേർന്ന് നമ്മുടെ സഭയിലെ ഈ ഒരു നൈറ്റ് പ്രേയേഴ്സിലും പോസിറ്റീവായ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചലഞ്ച് നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ICUവിലും അതുപോലെ വെന്റിലേറ്ററിലും ഒക്കെ ആയിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. ബംഗ്ലാദേശിലെ ഡോക്ടർ തേജോഷ് ദാസ്, മുൻ ചർച്ച് ഓഫ് ബംഗ്ലാദേശിന്റെ ജനറൽ സെക്രട്ടറിയുടെ അന്ത്യശുശ്രൂഷകള് അവിടുത്തെ മോഡറേറ്റർ ആയിരിക്കുന്ന റൈറ്റ് റവറൻഡ് സാമുവൽ എസ് പാങ്കിൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്തപ്പെട്ടു. ആ കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഡോക്ടർ തേജോഷ് എസ് ദാസ് എന്നവരുടെ നല്ല ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അതുപോലെ ബംഗ്ലാദേശിലെ, ഭാരതത്തിലെ പല ഭാഗങ്ങളിലെയും കേരളത്തിലെ പല സംസ്ഥാനങ്ങളിലെയും പല കണ്ടെയ്ൻമെന്റ് സോണുകളെയും ഒക്കെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതിലൊക്കെ ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകുന്നതിനും ഈ ഒരു ചലഞ്ച് അതിജീവിച്ചുകൊണ്ട് ഈ ഒരു പീക്ക് കഴിഞ്ഞതിന് ശേഷം നോർമലിലേക്ക്, ന്യൂ നോർമലിലേക്ക് വരുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ മറ്റ് ശാരീരിക അസുഖങ്ങൾ ഉള്ള ആളുകളെ നമുക്ക് ഓർക്കാം. ഡെമോപേറ്ററിനെ പ്രത്യേകമായിട്ട് വീണ്ടും ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. ടീച്ചറുടെ ഭർത്താവിനെ നമുക്ക് ഓർക്കാം. അതേപോലെ ഫാദർ ഫിലിപ്പ് മോണ്ടേലിന്റെ ഹീലിംഗിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭകളെ പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ സ്ഥാപനങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ സഭകളും എല്ലാ സ്ഥാപനങ്ങളും ദൈവനാമ മഹത്വത്തിന് ആയിരിക്കാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായിട്ട് ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. കുടുംബജീവിതത്തിൽ വിള്ളലുകൾ വന്നിട്ടുള്ളവരുണ്ട്, അകൽച്ച വന്നിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെയും ഓർക്കാം. ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവര്, ഭവന നിർമ്മാണ പദ്ധതികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവര്, പ്രത്യേകിച്ച് ലോൺ എടുത്ത് അത് അടയ്ക്കുവാൻ സാധിക്കാതെ വന്നിട്ടുള്ള ആളുകൾ, അവരെയൊക്കെയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ ഓപ്പറേഷന് വേണ്ടി വിധേയരാകുന്ന ആളുകളെ നമുക്ക് ഓർക്കാം. എങ്കിലും ചിലരൊക്കെ സർജറി ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും മറ്റു രീതിയിൽ ഒരു ഹീലിംഗിനുള്ള സാധ്യതകൾ ദൈവം നൽകി തന്ന ആളുകളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു. തിരുമേനിയെയും അതുപോലെ എല്ലാ മഹാഡക ഓഫീസേഴ്സിനെയും എല്ലാ അച്ഛന്മാരെയും ഉപദേശിമാരെയും ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആവശ്യം വേണ്ട ദൈവിക കൃപയും ആത്മാവിന്റെ ദർശനവും പ്രാപിച്ചുകൊണ്ട് ഒരാൾക്ക് മറ്റൊരാൾ ശ്രേഷ്ഠരെന്നിക്കൊണ്ട് ജീവിപ്പാൻ ആവശ്യം വേണ്ടുന്ന ദൈവിക അനുഗ്രഹത്തെ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭ ക്രിസ്തുവിന്റെ ശരീരം എന്നോണം ഐക്യപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവമേ സഹായിക്കണം. എല്ലാ ഭിന്നതകളും അതിജീവിക്കുവാൻ സഭയെയും സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ വിഷയങ്ങളെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഡോക്ടർ ഷീലാനു പ്രാർത്ഥിക്കുന്നു. Dear Father in heaven,
As we bow down once more this evening as a family to worship you, Lord, we thank and praise you for all your mercies, Lord. Heavenly Father, we place this pandemic in your care, Lord. The positivity is increasing with the second wave. Many of our members are turning positive. Lots of restrictions are being brought about to help control the spread of infection, Lord. Just as we thought that it was almost over and we started getting out of our shell, we are reminded that we have to bind by rules, to value the freedom that you have given us, Lord. Help us to follow all the instructions that are given by the authorities to control the spread of the infection, Lord. Father, I place each and every one of us who's praying now in your care, Lord. Wash us with your precious blood, Lord. Keep us safe, Lord. And help us to keep others safe by our behavior towards them. Search our heart, Lord, and find if there's any iniquity in us. Purify us, Lord, so that we become transformed as your children in this world. Dear Father, this is a good time to show this nation that the prayers of your followers can save the nation. Bless us, Lord. Bless all our families, all our contacts. Dear Father, pray for all those who have turned positive, those who are in ventilators, those who are serious. Help in their healing, Lord. Give us a calm mind to go through all this various changes that we have to meet. Dear Father, we place Reverend Tejos's family in Bangladesh in your care. Be with them as they grieve for their love, for his loss. Thank you for his life and witness. We pray for Philip Mondale and request for his continuous healing. Place his family in your care, Lord. We place our nation, the various states, especially the ones that are having lots of cases and going through crisis. Places where there is lack of oxygen and where people are suffocating. Help the government to find a way, Lord. Place our state in your care. Dear Father, we place the whole machinery from the place from where the vaccines are manufactured to the point of delivery, and all the health workers who are involved in handling them
and giving the vaccines. All those who are involved in testing various groups of population. Keep us all in your safe hand, Lord. Place all the government authorities in your care. Help them to work diligently, truthfully, and with integrity. Dear Father, place all our members who are having problems, who are under various treatments. Place Mercy Teacher's husband in your care. Place all those who are in ICU. Be with them, Lord. Let your grace help them in healing. Place all our institutions in your care. Dear Lord, be with our diocese. Place our bishop and family in your care. Place all the officers in your care, Lord. Give them wisdom to guide the diocese. Place all our fellowships in church, all our clergy, all our church workers. Be with us as we work through these situations. Especially pray for Reverend James and family, Reverend Burnett and family, as they lead us in this evening worship, Lord. Pray for all the children who are awaiting exams, those who are writing the exams, those who are awaiting to find a way for their future. Guide them, Lord. Give them courage and a good attitude to be positive in these days when they have to study on their own. Dear Father, we place all those who are suffering due to climate change, wherever there is problem, let your healing hand touch that situation, Lord. I place each and every one of us as we go for a rest tonight, Lord, to wake up afresh and work for your glory. Keep all of us safe, Lord, all our contacts safe, Lord. Let no harm come to your followers, Lord. Let us be a beacon and guide to this world. Heal the world, Lord. It is your creation. Let it come back to the glory that you designed it for. And let the whole world say that you are the King, you are the Lord. This I ask in the precious name of our Lord and Savior Jesus Christ. Amen. നമുക്ക് ചേർന്ന് പാടാം. All people that on earth do dwell, sing to the Lord with cheerful voice. Joy
പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരു കുടുംബത്തിന്റെ ഭാഗമെന്നോണം ഈ നൈറ്റ് പ്രേയേഴ്സിൽ ആയിരിക്കുവാൻ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് സഹായിച്ച അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അവിടുത്തെ ദിവ്യ കരുണയാൽ ഒരു രാത്രി കൂടെ, ഒരു പകൽ കൂടെ ഞങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്തുവല്ലേ. ഈ രാത്രിയുടെ വൈകാറായ സമയത്ത് അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുവാനും അങ്ങയിൽ നിന്ന് ശക്തി പ്രാപിക്കുവാനും കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടെ നിന്നും പ്രവർത്തിക്കുന്നു എന്ന് ഒരിക്കൽ കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ട് ആത്മാവിൽ ഐക്യപ്പെട്ടുകൊണ്ട് പ്രത്യാശയോടുകൂടെ ജീവിക്കുവാനും അവിടുന്ന് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽ നൽകിയ നന്മകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരു പുതിയ ദിവസം നൽകി. പലർക്കും കർത്താവ് ഇന്നൊരു പുതിയ വർഷത്തിലേക്ക് അവിടുന്ന് പ്രവേശിപ്പിച്ചു. ജനിതമായിരിക്കുന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിൽ അവിടുന്ന് നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം അർപ്പിക്കുവാൻ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടെ പുതിയ വർഷത്തിൽ പ്രത്യാശയോടെ വിശ്വാസത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരുമെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ കർത്താവ് പ്രിയ മക്കളെ ഒക്കെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ദൈവമേ, ഇന്ന് ജന്മദിനമായിരിക്കുന്ന സേറ ഏപ്രിൽ ശർമൻ, അനൂപ് അശോക്, ഓസ്റ്റിൻ ടി ലാമേക് മൂപ്പൻ, ഫിലിപ്പ് ജോൺ കാട്ടിപ്പറമ്പ, അശ്വിൻ മണ്ടോടി, റെനിൽ ജെനിസൺ, റിനി ജീജാബായ്, ആനറ്റ് കരോലിൻ, ഡെയ്സി എഡ്വേർഡ് ചീരൻ, കൂടാതെ പൂനെയിൽ ജന്മദിനം ആഘോഷിക്കുന്ന ഷാൻ വില്യം. അതുപോലെ ഈ ഒരു പ്രാർത്ഥന കൂട്ടായ്മയുടെ ഭാഗമായിട്ട് യൂട്യൂബിലും സൂമിലും ഒക്കെ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകളെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആളുകളെയും പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരോട് കൂടി അവിടുന്ന് പ്രയാണം ചെയ്യണമേ. ദൈവത്തിന്റെ നന്മ കാണുവാൻ ഒരു പുതിയ അവസരത്തെ കൂടി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെയും പരിപൂർണമായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ആവശ്യം വേണ്ടുന്ന നിദ്രയും വിശ്രമം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. ഒരു സമർപ്പണത്തിന്റെ രാത്രിയായി ഞങ്ങൾ കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു. അവിടുന്ന് ഞങ്ങൾക്കായിട്ട് ഒരു പുതിയ ദിവസം ശേഷിപ്പിക്കുന്നുവെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിപ്പാനും അങ്ങയെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് തീരുവാനും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ദൈവത്തിന്റെ വേല ചെയ്യുവാനും അവിടെ ഞങ്ങൾ എല്ലാവരെയും തുണയ്ക്കണമേ. സകല മാനവും മഹത്വവും അവിടുന്ന് സ്വീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പങ്കുചേരാം. അതിനുശേഷം വിൻസെന്റ് മോസേൻ ആശീർവാദം പറയുന്നതായിരിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. ഒരു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളെ ക്ഷമിക്കണമേ. പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാണ്, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ചേർന്ന് പാടാം. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിയിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കുന്നു. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോയുടെ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോയുടെ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശുമാരാത്ത
കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആത്മാവോടുകൂടെയും നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. തന്നെ. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, 394 രാത്രി ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ അനുവദിച്ചു. നമുക്ക് എല്ലാവർക്കും അതിന്റെ ഭാഗമായിരിക്കാൻ ദൈവം സഹായിച്ചു. വന്നവരെ എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമാണ് ഈ പ്രാർത്ഥന എത്രത്തോളം അനുഗ്രഹപൂർവ്വമായി തീരുന്നത്. പ്രത്യേകിച്ച് വൈദികരായിരിക്കുന്ന വിൻസെന്റ് മോസയൻ, പോൾഡേവിഡയൻ, സാമുവൽ കുടുക്കലയൻ എന്നിവരെയും അതുപോലെ മറ്റു ഉപദേശിമാരെയും ഒക്കെ ഓർക്കുന്നു. അവരുടെ സാന്നിധ്യത്തിനായിട്ട് ഏറ്റുന്നു. അതുപോലെ ഇന്ന് ജന്മദിനമായിരിക്കുന്നവരെ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയൊക്കെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പുതിയ വർഷം അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ആദ്യമായിട്ട് ഒരു സ്പെഷ്യൽ നമ്പർ ശ്രവിക്കാം. അത് നമ്പറാണ്. താങ്ക് യു വെരി മച്ച്. ആശ്വാസദായകനായ എന്ന പാട്ട് നമ്മൾ വിസിലിങ്ങിലൂടെ കേട്ടു. താങ്ക് യു വെരി മച്ച്. ഇന്ന് വേൾഡ് എർത്ത് ഡേ ആണ്, ഭൗമദിനം. അപ്പോൾ ഭൗമദിനത്തിന്റെ ഒരു സ്പെഷ്യലുമായിട്ട് റീന ക്രിസ്റ്റബൽ ഫ്രം കർണാടക സെമിനാരിയിലെ ഒരു ഗീതമാണ് പാടുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിൻഭൂമി നന്മകളാൽ സമൃദ്ധം എന്ന സെമിനാരി ഗാനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പാട്ട്. കേൾക്കുന്നുണ്ടല്ലോ? യെസ്, കേൾക്കാം. നിൻ ഭൂമി നന്മകളാൽ സമൃദ്ധം, എത്രയോ ചേതോഹരം. നിൻ കരവിരുതാം ഈ പ്രപഞ്ചം നാഥ, നിന്നുടെ ദേവാലയം. നിൻ കരവിരുതാം ഈ പ്രപഞ്ചം നാഥ, എന്നുടെ ദേവാലയം. മരുഭൂമിയാക്കി നിന്നുടെ ഭൂമിയെ ഞങ്ങൾ തൻ തിന്മ
നിന്നുടെ ദാനമെന്ന് സ്വന്തം ഭവനമെന്ന് അജ്ഞരാം ഞങ്ങൾ കരുതില്ലീ ധര നിന്നുടെ ദാനമെന്ന് സ്വന്തം ഭവനമെന്ന് നിൻ ഭൂമി നന്മകളാൽ സമൃദ്ധം എത്രയോ ചേതോഹരം നിൻ കരവിരുതാ ഈ പ്രപഞ്ചം നാഥ എന്നുടെ ദേവാലയം നിൻ കരവിരുതാ ഈ പ്രപഞ്ചം നാഥ എന്നുടെ ദേവാലയം. താങ്ക് യു വെരി മച്ച്. 10-25 കൊല്ലം മുമ്പ് ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സെമിനാരി ഗീതമാണ്. ഇപ്പോഴും അതിലെ വരികൾ ഓർത്തെടുത്ത് പാടിയ റീന ക്രിസ്റ്റബലിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നു ബാബുജി കപ്പച്ചനാണ് ഇത് എഴുതിയതെന്ന് ഇസ്കേല ഡയസസിലെ സെമിനാരി എല്ലാ സെമിനാരിയൻസ് എഴുതുന്ന പാട്ടുകളാണ്. എല്ലാ വർഷവും സെമിനാരി പാരിഷ് മിഷൻ പോകുന്ന സമയത്ത് അവിടെ തന്നെയുള്ള സ്റ്റുഡൻസ് എഴുതിയ പാട്ടുകളാണ് സഭകളിലെ പ്രചരണത്തിനായിട്ട് പോകുന്നത്. പല തിയോളജിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ള പാട്ടുകളാണ് അന്ന് എഴുതപ്പെട്ടിട്ടുള്ളത്. അതില് പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിന്റെ പശ്ചാത്തലത്തില് നമ്മുടെ കെ പി കൊള്ള തിരുമേനി അന്ന് ഞങ്ങളുടെയൊക്കെ തിയോളജി അധ്യാപകനായിട്ട് സെമിനാരിലുള്ളപ്പോൾ ക്രിയേഷൻ തിയോളജിയും ഇക്കോ സ്പിരിച്വാലിറ്റിയും രണ്ടും കെ പി കൊള്ള തിരുമേനിയുടെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു. അതില് വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. അതിൽ ഒരുപാട് പേര് ഇൻസ്പയർഡ് ആയിട്ട് ഇത്തരം ക്രിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൗമ റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ വന്നിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് ഇപ്പോൾ കേട്ടത്. വീണ്ടും പഴയ കാലത്തെ ഓർക്കാനും പ്രത്യേകിച്ച് ഈ പാട്ടിന്റെ അർത്ഥം പ്രത്യേകിച്ച് ഇന്നത്തെ എർത്ത് ഡേക്ക് ഏറ്റവും പ്രയോജനമായിട്ട് ലഭിക്കാനും വേണ്ടിയായി താങ്ക് യു. ഇനി അടുത്ത ഒരു ബർത്ത്ഡേ ബോയ് കൂടെ നമ്മുടെ കൂടെയുണ്ട്. ഒരു പാട്ട് അയച്ചു തന്നിട്ടുണ്ട്. പൂനെയിലാണ്. പൂനെയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷാൻ വില്യത്തിന്റെ ഫാമിലിയുടെയും ഒരു പാട്ട്. ഹാപ്പി ബർത്ത്ഡേ ഷാൻ. God bless you. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing. Oh, that today they might fall. Now as God your confessing, now as on Jesus we call. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. ഓർഗൻ വായിച്ച ആളുടെ ബർത്ത്ഡേ ആണെന്ന്. ഷാൻ വില്യം. റയൻ ആണ് കൂടെ പാട്ടുപാടി സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ അവർ പൂനെയിൽ നിന്ന് കത്തീഡ്രൽ നൈറ്റ് പ്രേയേഴ്സിലെ ഭാഗഭാഗമാകുന്ന ഒരു ഫാമിലിയാണ്. ഇപ്പോഴും നമ്മുടെ യൂട്യൂബ് സൂമിൽ വരുന്ന ശോഭ ആന്റിയുടെ, കണ്ണൂരിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ശോഭ ആന്റിയുടെ ഗ്രാൻഡ് ചിൽഡ്രൻ ആണ് അവര്. ഹാപ്പി ബർത്ത്ഡേ ഷാൻ മോൻ വൺസ് അഗെയിൻ. ഇനി ആരെങ്കിലും ഇന്ന് പാടാനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കയ്യൊക്കെ ഒന്ന് ഉയർത്തി കാണിച്ചാൽ നമുക്ക് പാടാം. അതാ കൈ ഉയർത്തിയിട്ട് ജീവൻ കുമാറിന്റെ കൈ ഉയർത്തുന്നുണ്ടല്ലോ. യെസ്, റെഡിയാണോ?
ഇന്നലെ പാടി ഞങ്ങള്. അതെ, പിന്നെ എന്തിനാ കൈബന്ധിച്ച്? അത് എന്നെ നഖം വെട്ടിയാളുണ്ടെങ്കിൽ എന്താ പറഞ്ഞേ? നഖം വെട്ടിയ പറഞ്ഞ അവൻ അങ്ങനെ നഖം വെട്ടിയത് കാണിച്ചു തന്നാലേ? ആ ശരി ശരി, നഖം വെട്ടിയില്ലേ എന്ന്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നഖം വെട്ടി വളരെ ക്ലീൻ ആയിട്ടിരിക്കണം. നഖം വെട്ടിയത് കാണിച്ചു തന്നതാ. ഞാൻ വിചാരിച്ചു പാട്ട് പാടാൻ. ഓക്കെ, എനിവേ താങ്ക് യു. നിങ്ങൾ നഖം വെട്ടിയത് പോലും നമ്മുടെ കൂട്ടായ്മയുടെ സന്തോഷത്തിന് ഹേതുവായിട്ട് വരുന്നുണ്ട്. ഈ ഒരുമിച്ച് പ്രത്യേകിച്ച് കുട്ടികൾ വരുന്നതും നമുക്ക് ഈ പാട്ടുകൾ കേൾക്കുന്നതും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ എപ്പോഴും കേൾക്കുന്ന ബാഡ് ന്യൂസിൽ നിന്ന് വളരെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് കർത്താവിന്റെ വചനം നമ്മളോട് പറയുമ്പോൾ ഇപ്പോഴുള്ള നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് നോക്കാതെ കർത്താവ് നമുക്ക് നൽകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ, അതുപോലെ സാധ്യതകൾ, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ, അതുപോലെ ഈ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടെ ഒരു രാത്രിയിൽ നമുക്ക് പ്രവേശിക്കാം. ദൈവം സംരക്ഷണം നൽകട്ടെ, ദൈവം സന്തോഷത്തെ നൽകട്ടെ, ദൈവം പ്രത്യാശ നൽകട്ടെ. പുതിയ പ്രഭാതം നമുക്കായിട്ട് ശേഷിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എല്ലാവരെയും ദൈവം തുണയ്ക്കട്ടെ എന്ന ആശംസയോടുകൂടെ കത്തീഡ്രൽ നൈറ്റ് പ്രേയേഴ്സിന്റെ 394 രാത്രി ഇവിടെ പൂർണ്ണമാകുന്നു. ബൈ, ഗോഡ് ബ്ലെസ് യു. ശുഭരാത്രി. Right.